ഹായ്, വെൽക്കം ടു ലൈറ്റ് ഓൺ ലാബ്. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വെബ് പേജ് എങ്ങനെ ഒരു റെസ്പോൺസീവ് വെബ് പേജ് ആക്കി മാറ്റാമെന്നാണ്. ഇപ്പോൾ നമുക്ക് ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. ക്രോമിൻ്റെ അകത്ത് ഇത് ഗൂഗിളിൻ്റെ ഹോം പേജാണ്. ഈ ക്രോമിൻ്റെ സ്ക്രീൻ അഡ്ജസ്റ്റ് ആവുന്നതനുസരിച്ച് അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റും അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. അങ്ങനെയുള്ള പേജിനാണ് നമ്മൾ റെസ്പോൺസീവ് പേജ്, വെബ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ റെസ്പോൺസീവ് ആണിത്. അങ്ങനെ നമ്മുടെ പേജും ആക്കി മാറ്റാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ബൂട്ട്സ്ട്രാപ്പ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഗെറ്റ് സ്റ്റാർട്ടിൽ പോവാം. ഈ ക്വിക്ക് സ്റ്റാർട്ടിൻ്റെ അടിയിലായിട്ട് CSSൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മുടെ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ home.html ഏറ്റവും ടോപ്പിലായിട്ട് ആ ലിങ്ക് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ പേജ് ഒന്ന് നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ പേജിൻ്റെ അകത്തുള്ള കണ്ടന്റ് എല്ലാം ഈ പേജിൻ്റെ സെൻറ്ററിലോട്ടാക്കാം. അതിനുവേണ്ടി പൈച്ചാം ഓപ്പൺ ചെയ്യുക. ഈ ടോപ്പിലായിട്ട് div ടാഗ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ക്ലാസ് ഡിഫൈൻ ചെയ്യുക. കണ്ടെയ്നർ സ്പേസ് ടെസ്റ്റ് ഹൈഫൺ സെൻറ്റർ കണ്ടെയ്നർ ടെസ്റ്റ് ഹൈഫൺ സെൻറ്റർ. എന്നിട്ട് നമുക്കിത് div ടാഗ് ക്ലോസ് ചെയ്യേണ്ട ഏറ്റവും ലാസ്റ്റ് ആണ്, ഫോമിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആണ്. അതിന് വേണ്ടി ഇതിവിടെ ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഈ കോഡ് മൊത്തം ഒന്ന് റീഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഫുള്ള് സെലക്ട് ചെയ്യുക. എന്നിട്ട് പൈച്ചാമിൻ്റെ മെനുവിൽ കോഡ് സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് റീഫോർമാറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ പേജ് ഒന്ന് നമുക്ക് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ പേജിൻ്റെ അകത്തുള്ള എല്ലാ കണ്ടന്റും സെൻട്രലിലോട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പേജ് റെസ്പോൺസീവ് ഒരു വെബ് പേജ് ആയോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സ്ക്രീൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. നമ്മുടെ വെബ് പേജ് ഇപ്പോൾ റെസ്പോൺസീവ് ആണ്. ഇനി നമുക്ക് ഈ കീ ജനറേറ്റർ എന്ന് പറയുന്ന ബട്ടന് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാം. ബൂട്ട്സ്ട്രാപ്പിൻ്റെ CSS അതിനും ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഫസ്റ്റ് പൈച്ചാം ഓപ്പൺ ചെയ്യുക. പൈച്ചാമിൻ്റെ അകത്ത് ഇൻപുട്ട് ബട്ടൻ്റെ അകത്ത് കീ ജനറേറ്റർ, അതിൻ്റെ അകത്ത് നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്യുക. BTN സ്പേസ് BTN ഹൈഫൺ പ്രൈമറി. അപ്പോൾ ഈ ക്ലാസ് ഒക്കെ ഇവിടെ റൺ ആവണമെങ്കിൽ ഏറ്റവും ടോപ്പിലുള്ള ഈ ലിങ്ക് ഇവിടെ ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരിക്കലും ഈ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഈ CSS ഒന്നും ഇവിടെ റൺ ആവത്തില്ല. അപ്പോൾ നമ്മുടെ പേജ് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, അതും ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ സെക്ഷനിൽ നമ്മൾ നോക്കിയത് നമ്മുടെ വെബ് പേജ് ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിച്ച് എങ്ങനെ ഒരു റെസ്പോൺസീവ് വെബ് പേജ് ആക്കി മാറ്റാം എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കീ ജനറേറ്റർ എന്ന് പറയുന്ന ജാങ്കോയുടെ ഏറ്റവും ബേസിക് ലെവലിലുള്ള ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഫുള്ള് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ഡാറ്റാബേസ് ഒക്കെ ഉപയോഗിച്ച് ഡാറ്റാബേസിലെ ഡേറ്റ എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ നോക്കിക്കൊണ്ടൊരു പുതിയ പ്രോജക്റ്റ് നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, താങ്ക് യു.